Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് പട്ടായയിലെ ഡേ 3 ആൻഡ് ഓൾസോ ലാസ്റ്റ് ഡേ ഇൻ പട്ടായ. അപ്പോൾ ഇന്ന് പട്ടായയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? കം ഓൺ ലെറ്റ്സ് സീ. അപ്പോൾ രാവിലെ തന്നെ വി കെയിം ടു ദ ജോംടെയിൻ ബീച്ച്. അപ്പോൾ ജോംടെയിൻ ബീച്ചിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനുള്ള റിസ്ക് കാണിച്ചില്ല. ഓൺലി റാം വാസ് ലൈക്ക് എൻജോയിങ് ഇൻ ദ സീ. ആൻഡ് തായ്ലാൻഡ് ഞങ്ങളുടെ സെക്കൻഡ് ടൈം വിസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ എവിടെയൊക്കെ പോയി, അവിടെയൊന്നും ഇപ്രാവശ്യം ഞങ്ങൾ പോയില്ല. വി വർ എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസസ്. അങ്ങനെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗസിയമോ 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 യെസ്, വേറെ എവിടെയല്ല, ലാസ്റ്റ് ടൈം ഞങ്ങൾ വിട്ടുപോയൊരു സ്ഥലമാണ് ക്യാബേജസ് ആൻഡ് കോണ്ടംസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ കോണ്ടം ക്യാഫെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണ്, പട്ടായയിലും ബാങ്കോക്കിലും ഉണ്ട്. അപ്പോൾ ഇത് പട്ടായയിലുള്ള കോണ്ടംസ് റെസ്റ്റോറൻ്റ് ആണ്. ആൻഡ് ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. ഇവിടുത്തെ ഫുഡ് ആംബിയൻസ് എവ്രിതിങ് വാസ് അപ്പ് ടു ദ മാർക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നന്നായിട്ടിരുന്ന് ചില്ല് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തത് ബനാന ഫ്രിറ്റേഴ്സ് വിത്ത് ഐസ്ക്രീം, പിന്നെ കുറച്ച് സ്പ്രിംഗ് റോൾസ് ആൻഡ് ജ്യൂസസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ആൻഡ് ഫുഡും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ആൻഡ് വെരി ടേസ്റ്റി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഗ്രാസ് സർവീസ് സൂട്ട് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ്. വി ചെക്ക്ഡ് ഔട്ട് ഫ്രം ദ സിഡൻ എക്സിക്യൂട്ടീവ് ആൻഡ് വി മൂവ് ടു സെൻട്രൽ പട്ടായ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സെൻട്രൽ പട്ടായയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒന്നും കൂടി വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പോയി അടിച്ചു പൊളിക്കാനാണ് ഇന്നത്തെ തീരുമാനം. സോ വി ബുക്ക് ദിസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഭയങ്കര ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. റൂമൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ആൻഡ് ഇവിടുത്തെ ഈ ഒരു പൂളായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പൂളുള്ള പ്രോപ്പർട്ടീസ് വളരെ കുറവാണ്. ഇതൊരു വലിയ പൂളൊന്നുമല്ല, ഇറ്റ്സ് എ സ്മോൾ പൂൾ, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് റിയലി 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 ബ്യൂട്ടിഫുൾ. അങ്ങനെ ആ പൂളിലൊക്കെ പോയി ഞങ്ങൾ റെഡിയായി. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി നേരെ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊരു ടുക് ടുക്ക് എടുത്തിട്ടാണ് പോയത് കേട്ടോ. അവിടുത്തെ ആ ടാക്സി സർവീസില്ലേ, ടുക് ടുക്ക്. അപ്പോൾ ടുക് ടുക്കിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച നന്നായിട്ടൊന്നും ഒരു അടിപൊളി ഒരു ക്ലബ്ബിൽ പോയിട്ട് നമ്മൾ നല്ല മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യണമെന്നായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ അത് അന്വേഷിച്ച് പോയി. ലാസ്റ്റ് വി ഗോട്ട് എ വെരി ഗുഡ് ക്ലബ് ആൻഡ് ക്രൗഡും ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്ത് അവരുടെ കൂടെ ഡാൻസ് ചെയ്ത് പാട്ട് പാടി വാ 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 വാ. ഇറ്റ് വാസ് ലൈക്ക് കൊറിയൻ ക്രൗഡായിരുന്നു കൂടുതലും. ബട്ട് വി റിയലി 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 എൻജോയ്ഡ്. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പാക്കേജൊക്കെ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേ ബി ഞങ്ങൾ ഇത്ര എൻജോയ് ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായി എക്സ്പ്ലോർ ചെയ്ത് പോയത് കൊണ്ടായിരിക്കണം വി ലിറ്ററലി എൻജോയ്ഡ് ലാസ്റ്റ് ഡേ ഇൻ പട്ടായ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ തിരിച്ചതാ ടുക് ടുക്കിൽ പോവാണ്. തിരിച്ച് ഞങ്ങൾ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ പോയി ഉറങ്ങി. നാളെ വീണ്ടും ഞങ്ങൾ ബാങ്കോക്കിലേക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബൈ ബൈ ഗൈസ്.